ഹായ് ഫ്രണ്ട്സ്, ഷിനീൻ്റെ 11ാമത്തെ എപ്പിസോഡാണ് ഇത്. അപ്പോൾ ഇത് ബുക്കിൽ നിന്ന് വായിച്ചിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആഡാക്കാഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കമൻറ്റിൽ ആരോ പറഞ്ഞു എന്തുകൊണ്ടാണ് വീഡിയോ ആഡാക്കാഞ്ഞെന്ന്. റീസൺ ഇതാണ്, വീഡിയോ ഇതുവരെ റിലീസായിട്ടില്ല. ബുക്കിൽ നിന്ന് വായിച്ചിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് വീഡിയോ ആഡാക്കാനൊന്നുമില്ലല്ലോ. പിന്നെ ഡെയിലി വീഡിയോ ഇടുമെന്ന് ചോദിച്ചുകൊണ്ട് കമൻറ്റൊക്കെ കണ്ടായിരുന്നേ. എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ ടൈം കിട്ടുന്നുണ്ടാവില്ലായിരിക്കും. ഞാൻ സാറ്റർഡേ, സൺഡേ, മൺഡേ അങ്ങനെയായിട്ട് വീഡിയോ ഇടാനാണ് ഓർക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വീഡിയോ സാറ്റർഡേ വരത്തുള്ളൂ. കാരണം എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് ഇടാൻ പറ്റും. ഈ 3 ദിവസങ്ങളിൽ എനിക്ക് ക്ലാസ്സില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കും. ആ ടൈമിൽ ഇതൊക്കെ കണ്ടിടാനാണ് ഓർക്കുന്നത്. അപ്പോൾ ഇനി മുതൽ വീഡിയോ ആ 3 ദിവസങ്ങളിലായിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇതിൻ്റെ എപ്പിസോഡ് കാണാൻ കുറേ പേര് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ ജേജയും പേഴ്സിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മുടെ ജേജ ആണെങ്കിൽ പേഴ്സിയോട് ചോദിക്കും, ഞാനെങ്ങനെ ഒരു അവിഹിതത്തിലുണ്ടായി അവനെന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അവനാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കും. അപ്പോൾ അതിലൊരു വീൽ ചെയറിൽ ഇരിക്കുന്ന മുത്തശ്ശനെ കാണിക്കുന്നത്. അപ്പം അവൻ പറയും, ഇതാണ് നിൻ്റെ മുത്തശ്ശൻ. അപ്പോൾ അവൾ ചോദിക്കും, എൻ്റെ മുത്തശ്ശനോ ചോദിക്കും. അപ്പോഴേക്കാണെങ്കിൽ അവൻ വേറൊരു ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ആ ഫോട്ടോയൊക്കെ അവൾ മാറ്റി വെക്കും. ആ ഫോട്ടോയിൽ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സിയുടെ അമ്മയും ഇവളുടെ അച്ഛനും കൂടി ഒരു വെഡ്ഡിങ് ഡ്രസ്സിൽ നിൽക്കുന്ന ഫോട്ടോയാട്ടോ. അപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലെ ആവും. ഇതെന്നെ സംബന്ധം വയ്ക്കുമ്പോഴത്തേനും പുള്ളി പറയും, ഇവർ രണ്ടുപേരും ജനിക്കുന്നതിന് മുമ്പേ ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചായിരുന്നു. ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു ഇവരുടെ മുത്തശ്ശൻ കാരണമാണ് ഇവരിങ്ങനെ കല്യാണം കഴിച്ചത്. അപ്പോൾ രണ്ടുപേരും ഇഷ്ടമില്ലാണ്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഇതറിഞ്ഞപ്പം അവൾക്ക് ആകെ സങ്കടമായി. എന്നുവെച്ചാൽ ഫുള്ള് ഇവൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും സത്യമല്ലല്ലോ. അപ്പോൾ മൊത്തം സങ്കടമായിട്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുക. കാരണം അവളുടെ വീട്ടുകാർക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചു. അവൾക്കാണെങ്കിൽ ആകെ സങ്കടം കയറിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പേഴ്സിക്കും സങ്കടമുണ്ട്. അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചേച്ചി ചോദിക്കും, അപ്പോൾ അവൻ നമ്മളുണ്ടായത് അതെങ്ങനെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവൻ പറയും, ഇവർ രണ്ടുപേരും പിരിഞ്ഞ് താമസിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും വേറെ വേറെ കല്യാണം കഴിച്ച് അങ്ങനെയാണ് സംഭവം. അപ്പോൾ അവൾക്ക് ആകെ വിഷമായി. കാരണം അവൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ നടക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ മനസ്സിലാലോചിക്കുക, ഞാൻ സത്യങ്ങളൊക്കെ പെക്കെ അറിയണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച, പക്ഷേ ഇത്ര വിഷമിപ്പിക്കുന്ന സത്യങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത് ഇത്ര പെട്ടെന്ന് അറിയാണ്ടായിരുന്നു, ഇവൻ ഇത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയേണ്ടായിരുന്നു എന്നുള്ളതാണ് അവൾക്ക് വരും കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവൾ പയ്യെ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കും കേട്ടോ. അത് നോക്കുമ്പോൾ ഇവർ 3 പേരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമല്ലേ. അപ്പോൾ അവളുടെ അച്ഛനെയും അമ്മേനെയും കാണുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ ആ ഫോട്ടോയിലുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവും കേട്ടോ. പക്ഷേ എന്നിട്ടും എന്തിനും അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയെന്നിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവൾ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും പേഴ്സി പറയും, എൻ്റെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി. അച്ഛനാണെങ്കിൽ ഫെലിക്സിൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചു. അപ്പോൾ അങ്ങനെയാണ് അവർ തമ്മിൽ സിബ്ലിങ്സ് ആയത്. ഇപ്പോൾ കാര്യം മനസ്സിലായോ? ഫെലിക്സ് ഇല്ലേ, അവൻ്റെ അമ്മേനെ പേഴ്സിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു. അപ്പോൾ അവിടെ അവൻ്റെ ഒരു സിബ്ലിംഗ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ ജയജയുടെ അച്ഛനും പേഴ്സിയുടെ അമ്മയും കല്യാണം കഴിച്ചു. അപ്പോൾ ജയജയായിട്ടും ഇവർ ഇങ്ങനെ സിബ്ലിങ്സ് വരും. ഇപ്പോൾ ഇവരിങ്ങനെയാണ് ഇവരുടെ ബന്ധം. എന്നിട്ടാണ് എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോഴത്തേനും പേഴ്സി പറയും, വഴിയെ ജയജയുടെ മടിയിരുന്ന ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയും, ഇയാൾ കാരണമാണെന്ന് പറയും കേട്ടോ. ജയജയുടെ മുത്തശ്ശൻ കാരണം, ഇയാൾ കാരണം ഇങ്ങനെ ഉണ്ടായത്. ഇയാൾ പറഞ്ഞു നമ്മളെ രണ്ടുപേരും കൊല്ലൂന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പറയും കേട്ടോ. അപ്പം അവനാണെങ്കിൽ നമ്മുടെ ജയജാണെങ്കിൽ ഫോട്ടോ നോക്കുമ്പോഴത്തേനും ആ ഫോട്ടോയിൽ ആകെ വയ്യാണ്ടിരിക്കുന്ന മുത്തശ്ശനെ കാണുന്നത്. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ തന്നെ മനസ്സിലാവും സമ്പത്തും ഭയങ്കര അധികാരമുള്ളൊരു ഒരു വൃത്തിയായിട്ട ആളാന്ന് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനത്തെ ഒരു ഇതാണ് പുള്ളിയുടെ. അപ്പം നമ്മുടെ ജയജയുടെ അടുത്ത് പേഴ്സിങ്ങനെ ദേഷ്യത്തോടെ അയാൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ജയജയ്ക്ക് മനസ്സിലായി പേഴ്സിക്ക് ഒത്തിരി സങ്കടമുണ്ടെന്ന്. കാരണം മുത്തശ്ശൻ കാരണമാണല്ലോ അവരുടെ കുടുംബം പിരിഞ്ഞത്. അത് ഇവരുടെ ജയജയുടെ കുടുംബം പിരിയാൻ കാരണം അത് തന്നെയാണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും ഒത്തിരി സങ്കടമുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയജ ചോദിക്കും, പക്ഷേ നീ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തി ചോദിക്കും കേട്ടോ. ഇപ്പം ജയജയുടെ അച്ഛൻ്റെ കൂടെയാണല്ലോ പേഴ്സി. അപ്പോഴേക്കും പേഴ്സി പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയി, പിന്നെ അവരൊന്നും ഒന്നിച്ചില്ല. പക്ഷേ ആ അപകടം നടന്നില്ലേ, നമ്മുടെ ഏരിസും കെയ്ഫറും യൂറിയും പേഴ്സിയും കൂടി ഒരു കാർ ഓടിച്ച് പോയി അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ശേഷം ഇവനെ ആരോ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ആ പുഴയിൽ ഇങ്ങനെ ബോഡി കിടക്കണുണ്ടപ്പം. അപ്പം ഇവരെല്ലാവരും വിചാരിച്ചു ഇവൻ മരിച്ചു പോയിന്നാണ്. കാരണം കുറേ നാളായിട്ട് ഇവൻ്റെ വിവരമൊന്നും കിട്ടാതിഞ്ഞിട്ട് ഇവൻ മരിച്ചു പോയിന്ന് എല്ലാവരും വിചാരിച്ചേ. പക്ഷേ ആശുപത്രിയിലായിരുന്നു ഇവൻ. ആ ആശുപത്രി വെച്ച് ആരോ അവനെ തിരിച്ചറിഞ്ഞ്, അവൻ്റെ അമ്മയാണ് ഇവനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരെ തിരിച്ചറിഞ്ഞാണ് അവനങ്ങനെ രക്ഷപ്പെട്ടത്. അപ്പം നമ്മുടെ ജയജയ ചോദിക്കും, പക്ഷെ നീ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആരും കണ്ടെത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, അവനാണെങ്കിൽ അപകടം പറ്റിയിരുന്നപ്പോൾ അവൻ ജീവനോടെ അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും ഏരിയസിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ആ സമയത്ത് എപ്പോഴും അവനെ തന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത്, അത് കൂടിയാനെ. അപ്പം നമ്മുടെ പേഴ്സിയാണെങ്കിൽ സ്റ്റിയറിംഗിൽ നിന്ന് മുറുക്കെ പിടിച്ചിങ്ങനെ ദേഷിച്ച് നിൽക്കുകയാണെ.
എന്നിട്ട് നമ്മുടെ പേഴ്സി പറയാം, ഇതിനകം ഞാൻ എല്ലാവരെ കൊണ്ടും ഞാൻ മരിച്ചെന്ന് വിചാരിപ്പിച്ചല്ലോ എന്ന് അവനിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഒരുമാതിരി ചിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ഇങ്ങനെ മുഖം ചുളുക്കി നിൽക്കും കേട്ടോ. നമ്മുടെ ചേച്ചി ചോദിക്കും, 4 വർഷമായി നീ ഇവിടെ വന്നിട്ട്, അപ്പം നീ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് വരാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ പേഴ്സി പറയും, ആ 4 വർഷം മുമ്പ് അവന് ആകെ വയ്യാണ്ട് കിടന്നപ്പോൾ ജയജയുടെ അച്ഛനായിരുന്നു അവരെ നോക്കി, എണീക്കാൻ പോലും വയ്യായിരുന്നു. ആ സമയത്ത് അച്ഛനായിരുന്നു നോക്കിയത്. അപ്പം പിന്നെ ആ അച്ഛൻ വഴിയാണ് ജയജേനെ അറിഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, നിന്നെക്കുറിച്ച് കുറേ അറിഞ്ഞപ്പോഴത്തേക്ക് നിന്നോട് പ്രണയം തോന്നിയെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ഭയങ്കര ഞെട്ടിപ്പോവും. അപ്പോഴേക്കും നമ്മുടെ പേഴ്സി പറയും, ഒരു സഹോദരൻ സഹോദരിയോട് തോന്നുന്ന ഇഷ്ടം പോലെ തോന്നിയെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കും. കാരണം ഇവനാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും തമാശയ്ക്കാണെങ്കിലും ഇങ്ങനെ പറയുകയാണല്ലോ. അവൾക്കാണെങ്കിൽ നല്ല ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കുകയാണേ. നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ പേഴ്സി പറഞ്ഞ സത്യങ്ങളൊക്കെ കേട്ടപ്പം അവൻ വെറുതെന്ന് കേട്ടപ്പോഴൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ അവളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവൾക്ക് ആകെ സങ്കടമാവുക. എന്താ ഇത്രയും കഷ്ടപ്പെട്ട ജീവിതം എന്ന് ആലോചിച്ചിട്ട്. കാരണം ഓരോരോ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അവൾക്ക്. അപ്പം നമ്മുടെ ചേച്ചി പയ്യെ ചോദിക്കും, ഇതെൻ്റെ അമ്മയ്ക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയും, ഇതിന് ഇത്ര ഞാനല്ല പറയണ്ടേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും അവളിങ്ങനെ ആലോചിക്കും. അവൾക്ക് മനസ്സിലായി. അവൾക്കാണെങ്കിൽ കരച്ചിൽ പിടിച്ചിരുത്തിയേക്കുമായിരുന്നു. പക്ഷേ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അവൾ കരഞ്ഞ് ചീത്ത വിളിക്കും കേട്ടോ, കുറച്ച് എറിയൊക്കെ വിളിക്കും. അപ്പോഴേക്കും നമ്മുടെ ജയജേനെ അവൻ വഴക്ക് പറയും. പക്ഷേ അതൊന്നും മൈൻഡ് ആക്കാണ്ട് അവളിങ്ങനെ പറയും കേട്ടോ, എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. അമ്മ എന്നിട്ടും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. അച്ഛന് വേറെ കുടുംബമുള്ളതുകൊണ്ട് അമ്മ അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ഞാനിങ്ങനെ പോകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പറയാത്തതെന്ന് തോന്നുന്നു. പക്ഷേ അമ്മ ഇങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കൂടെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ചേച്ചി കരയാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ ചേച്ചിയാണെങ്കിൽ ആകെ വിഷമത്തിലായിട്ടോ. അവളങ്ങനെ വിചാരിക്കുക, എന്തിനാ എനിക്ക് ഇങ്ങനത്തെ ഒരു ജന്മം, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, എല്ലാവർക്കും സത്യം, ഏഞ്ചലോയ്ക്ക് പോലും സത്യം അറിയാം. അതുകൊണ്ടാണ് ഏഞ്ചൽ എന്നെ ഇതെല്ലാം തടഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് കള്ളം മാത്രമേ പറയത്തുള്ളൂ, ആരും എൻ്റെ കൂടെ നിൽക്കുന്നവർ സത്യം പറയുന്നില്ല, ഞാൻ എന്താ ഇങ്ങനെ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ. പേഴ്സി പറഞ്ഞതാണ് ഞാൻ സത്യങ്ങളൊന്നും ഇപ്പോഴേ അറിയരുതെന്ന്. പക്ഷേ എൻ്റെ ദേഷ്യം കാരണം ഞാൻ ആ സത്യങ്ങളെല്ലാം മൊത്തത്തിൽ മനസ്സിലാക്കി. ഞാൻ വിചാരിച്ച് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഈ വഴക്കുകളിലൊന്നും ഞാൻ വീക്കായിട്ട് വീഴില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല. വഴക്കും എന്തെങ്കിലും വിഷമമുണ്ട്, സത്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഞാൻ അങ്ങനെ വീക്കായിട്ട് വീണുകൊണ്ടിരിക്കുക, ഞാൻ ഭയങ്കര ദുർബലയാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേഴ്സിയാണെങ്കിൽ അവൾ പാവം പിടിച്ച പോലെ അവളെ നോക്കൂട്ടോ. അപ്പോൾ എല്ലാവരെ കണ്ടിട്ട് ഞാൻ പാവം പിടിച്ചൊരു കൊച്ച, അങ്ങനെയൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമില്ല. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ തന്നെ അങ്ങനെ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണേ. അപ്പോഴേക്കും നമ്മുടെ പേഴ്സിനെ അവളിങ്ങനെ വിളിക്കും, എന്താ ഹെൽപ്പ് ചോദിക്കും പോലെ. അപ്പോൾ പേഴ്സിയാണെങ്കിൽ ഒന്നും പറയാണ്ട് തന്നെ അവളെ കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ നിർത്തി സമാധാനിപ്പിക്കാൻ നോക്കൂട്ടോ. അപ്പോൾ അവളും കെട്ടിപ്പിടിച്ചിങ്ങനെ കുറേ കരയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പേഴ്സി പറയും, ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ വിഷമിച്ച് കരയല്ലേന്ന് പറഞ്ഞ് അവളുടെ നെറ്റിയിൽ പയ്യുമ്പൊക്കെ കൊടുക്കൂട്ടോ. അപ്പോഴേക്കും നമ്മുടെ ജയജയ ഇങ്ങനെ ആലോചിക്കുക, സത്യം പറഞ്ഞാൽ ഈ കാര്യം ഞാൻ ഏരിസിൽ നിന്നും കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഏരിസല്ല എൻ്റെ ചേട്ടൻ. എത്രയൊക്കെ പറഞ്ഞാലും രണ്ടച്ഛന്മാരുടെ കൊച്ചുങ്ങളാണെങ്കിലും എൻ്റെ സ്വന്തം ചേട്ടൻ ഏരിസ് തന്നെയല്ലേ. അവനല്ലേ ഈ സമയത്ത് ഇതൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കണ്ടേ. പക്ഷേ എന്തായാലും അവൻ ഒരിക്കലും ഞങ്ങളൊന്നും ചെയ്തതെന്ന് എനിക്കറിയാം. അങ്ങനെ കുറച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവൾ ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേനും കരച്ചിലൊക്കെ നിർത്തും. അപ്പോഴേക്കും നമ്മുടെ പേഴ്സി ചോദിക്കും, ഇപ്പോൾ വീട്ടിലോട്ട് പോകേണ്ടതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൾ പറയും, വീട്ടിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു, വീട്ടിലോട്ട് പോകണം, അല്ലാണ്ട് വേറെ നിനക്ക് ഓപ്ഷൻ ഇല്ലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ജയ പറയും, ആ വീട്ടിലോട്ട് പോയിട്ട് എന്തിനാ, അവരെല്ലാവരുടെ അടുത്തിനും കള്ളം പറയും, ഇനി എന്നെ പറ്റിക്കും, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്നിൽ നിന്ന് എടുത്തിട്ട് എന്നെ വെറുതെ കള്ളം പറഞ്ഞ് കൊണ്ടു നടക്കാനല്ലേ, എനിക്ക് പറ്റത്തില്ല, അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും അവൻ ചോദിക്കും, പിന്നെ നീ എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും, നിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ വീട്ടിലോ എന്ന് അവൻ ഞെട്ടി ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ചോദിക്കും, അതെന്തുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ലാതെന്ന് ചോദിക്കുമ്പോഴത്തേനും പേഴ്സി പറയും, ഇപ്പം അച്ഛൻ വീട്ടിലില്ല, നിൻ്റെ അച്ഛനുണ്ടെങ്കിൽ അവിടേക്ക് വരണേ കുഴപ്പമില്ല, അവരച്ഛനില്ലാത്തപ്പോൾ ഞാൻ നിന്നെ കൊണ്ടുവരുമ്പോൾ അവരവസരം മുതലെടുക്കുമെന്ന് ആ വീട്ടിലുള്ളവർ വിചാരിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ചോദിക്കും, എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൂടെ എപ്പോഴാണ് പിന്നെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൻ പറയും, അത് നല്ല പാടാന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ പറയും, എനിക്ക് അവൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോകണ്ടെന്ന് പറഞ്ഞ് പേഴ്സിയുടെ കോളായി ഇങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവൻ്റെ തല വേദനിക്കുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് തല വേദനിക്കുന്നു ചേച്ചി സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൾ വിടുന്നില്ല. എൻ്റെ ലാസ്റ്റ് അവളൊറ്റ വിടുമ്പോഴത്തേനും അവൻ തലേന്ന് ഇടിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചേച്ചി ഒരിക്കലും വിചാരിച്ചില്ല അവനിങ്ങനെ ഉപദ്രവിക്കണമെന്ന്. അപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലെ ആവട്ടോ, അവൾ വിചാരിക്കാത്ത കാര്യമല്ലേ. അപ്പോൾ അവൾക്ക് ആകെ സങ്കടമാവട്ടോ, അവൾക്ക് കുറ്റബോധം വരും. അപ്പോഴത്തേനും നമ്മുടെ ചേച്ചിയെ എടുത്താണെങ്കിൽ പേഴ്സി പറയും, നീ എന്തായാലും നിൻ്റെ കുടുംബത്തെ കണ്ടിരിക്കണം, കാരണം വേറെ വഴിയില്ല, കുടുംബം ചോദിക്കണം എല്ലാ കാര്യത്തിനും ആൻസറും ചെയ്തിരിക്കണം, എന്തായാലും അച്ഛൻ വരുമ്പോൾ അതുവരെ നീ അവിടെ നിൽക്കേണ്ടി വരും എന്ന് പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുക, ശരിയാ, എന്തായാലും അവൻ പറഞ്ഞ സത്യമാണ്, അതെന്തായാലും നേരിടേണ്ട കാര്യങ്ങൾ, ഞാൻ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ. അപ്പോൾ അവൾ വീട്ടിൽ പോകുന്ന സംഭവിച്ചു കേട്ടോ. അവളിങ്ങനെ ആലോചിക്കുക, അവളുടെ അച്ഛനാണെങ്കിൽ ഇനി അവളെ സ്വീകരിച്ചില്ലെങ്കിലോ, ആദ്യം കണ്ടപ്പോഴും അച്ഛൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയി, ഇത് ഇപ്പോഴും വിട്ടുപോകുന്നതാണേ. അവളിങ്ങനെ ആകെ അതൊക്കെ ആലോചിച്ചിരിക്കണേ. പേഴ്സി എന്നിട്ട് പറയും, ഇപ്പം എന്തായാലും ഞാൻ നിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ച് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അവർ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചേച്ചി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഈ കാര്യങ്ങളൊക്കെ. അവളാകെ പൊളിഞ്ഞിരിക്കുക.
അപ്പോഴേക്കും സന്ധ്യയായിട്ടോ. അപ്പോഴേക്കാണെങ്കിൽ ഇവൻ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി എവിടെയോ നിർത്തും കേട്ടോ. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ഇവരൊന്നും കഴിച്ചില്ലല്ലോ എന്ന്, അവൾക്കും എന്തോ പോലെ ആവും അവനൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അവനെന്തോ ഓർഡർ ചെയ്യും കേട്ടോ. ഓർഡർ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കൂടെ എന്തോ ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പാവ കിട്ടുമ്പോൾ ആ പാവ ജയജയോട് എടുത്തോളാൻ പറയും കേട്ടോ. ബാക്കി ഫുഡ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പേഴ്സി ചിരിച്ചുകൊണ്ടൊക്കെ പറയും കേട്ടോ. എന്നിട്ടാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സിയാണെങ്കിൽ ബർഗർ പെട്ടെന്ന് കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഴിക്കണ കാണുമ്പോഴത്തേനും നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ആകെ ചിരി വരും. അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് ആരെയൊക്കെ ഓർമ്മ വരും കേട്ടോ. സെക്ഷനിലുള്ള ആരെയൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അവൾക്ക് ആകെ വിഷമാവും കേട്ടോ. അപ്പോഴേക്കും പേഴ്സി പറയും കരയരുതെന്ന് അങ്ങനെ പറയേ. എന്നിട്ടാണ് നമ്മുടെ ജയജയും ബർഗർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രണ്ടുപേരും മത്സരിച്ച് ബർഗർ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിച്ചും കളിച്ചും ബർഗർ കഴിച്ച് ലാസ്റ്റ് ഒരെണ്ണം ബാക്കി വരും. അപ്പോൾ രണ്ടുപേരും അടി ഉണ്ടാക്കി ബർഗർ കഴിക്കുവാണേ. നമ്മുടെ ജയജയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മനസ്സ് വന്ന് ചിരിക്കും കേട്ടോ. കാരണം പ്രശ്നങ്ങളൊക്കെ മറന്ന് അത്ര ഫണ്ണായിരുന്നു അവർ രണ്ടുപേരും ഓരോന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നമ്മുടെ ജയജയ്ക്കാണെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കുക എനിക്കിപ്പോൾ ചേട്ടനെ കൂടി കിട്ടിയല്ലോ, എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ മൊത്തത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല. കാരണം അവൾ കുറേ പേരെ വിശ്വസിച്ചിട്ട് എല്ലാവരും ചതിക്കുകയല്ലേ ചെയ്തേ. അപ്പോൾ അവൾക്ക് ആ ട്രോമ എടുക്കണോണ്ട് അവൾക്ക് അതിൻ്റെ മുന്നിൽ ഇവനെ മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ചെറുക്കനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന പാവയില്ല, ആ പാവ എടുത്തിട്ട് ചുമ്മാ ഫണ്ണായിട്ട് ഓരോന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ അവൾക്ക് സിയാനെയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അവൾക്ക് ആകെ എന്തോ പോലെ ആവും കേട്ടോ. അപ്പോഴേക്കും അവളുടെ മൈൻഡ് മാറ്റിയിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ. ബർഗറൊക്കെ എടുത്ത് മാറ്റി വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ജയിച്ച് തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ പേഴ്സി ആണെങ്കിൽ അവിടെ കുഞ്ഞു പിള്ളേരെ പോലെ ആ പാവ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയും ഈ പാവ ഇനി നിനക്ക് ഞാൻ തരുന്നില്ല, ഇതെനിക്ക് മാത്രമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മൾ ജയ പറയും നീ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തോളാൻ പറയും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ആ പാവയൊക്കെ പെൻസിലിലോട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ടാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ പേഴ്സി ആണെങ്കിൽ ആകാശം നോക്കും. അപ്പോഴേക്കും അവൻ പറയും നമുക്ക് വീട്ടിൽ പോകാൻ സമയമായിന്ന്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഒരാഗ്രഹം പോലും ഇല്ല വീട്ടിലോട്ട് പോകാൻ. അവൾ ആകെ വിഷമിച്ചിട്ട് വീട്ടിൽ പോകണമല്ലോ, വേണ്ട എനിക്ക് പോകണ്ടെന്നാണ് അവൾക്ക് കൂടുതൽ ആഗ്രഹം. പക്ഷേ പോകാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ പോകുന്ന വഴിക്കാണെങ്കിൽ അവൾക്ക് എങ്ങനെയും കാറിൽ നിന്ന് ഇറങ്ങി ചാടി പോകണമെന്ന് ആഗ്രഹം. പക്ഷേ അത് നടക്കില്ലല്ലോ. അവളാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും വീടിൻ്റെ അടുത്തെത്താറായപ്പോഴത്തേനും സ്പീഡ് കുറഞ്ഞു കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ പയ്യെ ഓടും. അപ്പോഴേക്കും നോക്കുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്ന കാറൊക്കെ അവൾക്ക് കാണാം വീട്ടിൽ വച്ചേക്കുന്നത്. നമ്മുടെ ജെ നോക്കുമ്പോൾ എന്താ സെക്ഷനിൽ യൂറിൻ കേഫർ വെച്ച് ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഓർക്കും ഈ യൂറിൻ കേഫറും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്, ഈ നശിച്ച പാമ്പുകൾ എന്താ ഇവിടെ, അങ്ങനെ സ്നേക്ക് എന്താ ഇവിടെ എന്നുള്ളതാണ് അവളിങ്ങനെ പറയുന്നത്. അപ്പോൾ അവൾക്ക് ആകെ പോകണമെന്ന് ആഗ്രഹമില്ല. അപ്പോൾ പേഴ്സി പറയും നീ എന്തായാലും പോകണം, നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞ് അവൻ കാറ് കൊണ്ട് അവിടെ കൊണ്ട് നിർത്തും കേട്ടോ. നമ്മുടെ ജയജയ്ക്കാണെങ്കിൽ ഇറങ്ങി പോകണമെന്നൊരാഗ്രഹമില്ല. പക്ഷേ പേഴ്സി ആണെങ്കിൽ അവളുടെ കൈ പിടിച്ചിട്ട് നീ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അവൾ പയ്യെ ഇറങ്ങും. ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവൾക്ക് പോകണമെന്നൊരാഗ്രഹമില്ലാണ്ട് അവളാകെ കരയില്ലെന്ന് പറഞ്ഞ് അവളുടെ ശ്വാസമൊക്കെ പിടിച്ച് വെച്ച് അങ്ങനെ നിൽക്കുവാണേ. ഇതും കാണിച്ച് നമ്മുടെ എപ്പിസോഡ് ഇവിടെ തീർന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് സാറ്റർഡേ ആയിരിക്കും. അത് കഴിഞ്ഞ് സാറ്റർഡേ, സൺഡേ, മൺഡേ ഈ 3 ദിവസങ്ങളിലായിരിക്കും എപ്പിസോഡ് വരിക. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ സാറ്റർഡേ വരെ കാത്തിരിക്കുക. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തെന്ന് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.